ഇന്ന് വളരെ അത്യന്തം ഗൗരവമുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്, നമ്മുടെ മംഗളാചരണം. അപ്പം ആദ്യം തന്നെ നമുക്കത് ഒരു വട്ടം ഒന്ന് ചൊല്ലാം. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. എന്താണ് ഇപ്പോൾ ഇത് പറയുന്നത്? അജ്ഞാനമാകുന്ന കടും തിമിരത്തോടു കൂടിയാണ് ഞാൻ ജനിച്ചത്. എൻ്റെ ആധ്യാത്മിക ഗുരുനാഥൻ വിജ്ഞാനമാകുന്ന ദീപശിഖ കൊണ്ട് എൻ്റെ നേത്രങ്ങൾ തുറന്നു. എൻ്റെ സാദര നമസ്കാരങ്ങൾ ഞാൻ അദ്ദേഹത്തിന് സമർപ്പിക്കുന്നു. നമ്മൾ എല്ലാവരും ഈ ഒരു ശ്ലോകം ചൊല്ലുന്നതാണ്. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ അർത്ഥവും ആത്മീയ തത്വവും യഥാർത്ഥത്തിൽ എന്താണെന്നും അതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു ശ്ലോകത്തിൽ വളരെ വ്യക്തമായി തന്നെ മനുഷ്യ ജീവിതത്തിൻ്റെ സ്ഥിതിയും ഗുരുവിൻ്റെ ആവശ്യകതയും അതുപോലെ തന്നെ ആത്മീയ പുരോഗതിയുടെ മാർഗവും വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇന്ന് ഈ ശ്ലോകത്തിനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ശ്ലോകത്തിൻ്റെ വിവർത്തനം നമ്മൾ കണ്ടു. എന്താണ്? അജ്ഞാനമാകുന്ന കടും തിമിരത്തോടു കൂടിയാണ് ഞാൻ ജനിച്ചത്. എൻ്റെ ആധ്യാത്മിക ഗുരുനാഥൻ വിജ്ഞാനമാകുന്ന ദീപശിഖ കൊണ്ട് എൻ്റെ നേത്രങ്ങൾ തുറന്നു. എൻ്റെ സാദര പ്രണാമങ്ങൾ ഞാൻ അദ്ദേഹത്തിന് സമർപ്പിക്കുന്നു. അപ്പോൾ വളരെ ലളിതമായ ഈ ഒരു അർത്ഥത്തിനുള്ളിൽ വളരെ വലിയ ആത്മീയ സത്യങ്ങൾ തന്നെ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇത് വെറുതെ സാധാരണമായിട്ടുള്ള ഒരു നന്ദി പ്രകടനമല്ല. നമ്മുടെ യഥാർത്ഥ അവസ്ഥയെ അംഗീകരിക്കുകയും അതുപോലെ തന്നെ ഗുരുവിലൂടെ നമുക്ക് ലഭിക്കുന്ന ആ ഒരു ആത്മീയ പുരോഗതി, അതിനെ നമ്മൾ ഗുരുവിലൂടെയാണ് നമുക്ക് ആത്മീയ പുരോഗതി ലഭിക്കുക എന്ന്, അങ്ങനെ നമ്മൾ ആ ഒരു ഗുരുവിൻ്റെ കൃപയാൽ ലഭിക്കുന്ന ആ ഒരു ആത്മീയ ഉണർച്ചയെ അല്ലെങ്കിൽ ആ ഒരു ഉണർവിനെ സമ്മതിക്കുകയും ചെയ്യുന്ന ഒരു ശ്ലോകമാണിത്. അപ്പോൾ നമുക്ക് ഈ ഒരു അജ്ഞാനം, ഫസ്റ്റ് തന്നെ പറഞ്ഞിരുന്നത് അജ്ഞാനത്തെ പറ്റിയാണ്. അപ്പം അജ്ഞാനം ഈ ഒരു വാക്ക് ആദ്യം നമുക്ക് നോക്കാം. ഇവിടെ ഈ അജ്ഞാനം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പഠിപ്പോ അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ പോയി പഠിക്കുന്ന പഠിപ്പോ അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ഭൗതികമായ വിദ്യാഭ്യാസത്തെക്കുറിച്ചോ അല്ല ഇവിടെ പറയുന്നത്. കാരണം ഒരാൾക്ക് നമുക്കിപ്പോൾ ലോകത്തെക്കുറിച്ച് ഒരുപാട് അറിവുള്ളവനായിരിക്കാം, അങ്ങനെ എല്ലാ അറിവും ഒരാൾക്ക് ഉണ്ടായിരിക്കാം. പക്ഷേ എന്താണ്, എത്ര വലിയ പഠിപ്പുള്ള ഒരാളായാലും ലോകത്തെക്കുറിച്ച് അറിവുള്ള ഒരാളായാലും ആത്മീയമായിട്ട് അറിവില്ലാത്തൊരു വ്യക്തി എത്ര ഭൗതികമായ അറിവുണ്ടായാലും അദ്ദേഹത്തിന് ഒന്നും അറിയില്ല എന്നാണ് നമ്മൾ. അപ്പോൾ ആ ആത്മീയമായ സത്യങ്ങളെ അറിയാത്ത പക്ഷം ഇപ്പോഴും നമ്മൾ അജ്ഞാനത്തിലാണ്. ഭഗവത്ഗീതയിൽ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, 2ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ദേഹിനോസ്മിൻ യഥാ ദേഹി കൗമാരം യൗവനം ജരാ തദാ ദേഹാന്തരപ്രാപ്തിർ ധീരസ്തത്ര ന മുഹ്യതേ. ഈ ഒരു ശ്ലോകത്തിൽ ഭഗവാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എന്താണ്? ശരീരസ്ഥനായ ഒരു ആത്മാവ് ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്കും പിന്നെ വാർദ്ധക്യത്തിലേക്കും കടന്നു പോകുന്നു. അതുപോലെ തന്നെ എന്താണ് ഉണ്ടാകുന്നത്? മരണശേഷം നമ്മുടെ ആത്മാവ് മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ സമചിത്തനായ ഒരാൾക്ക് ഇതിനെപ്പറ്റി യാതൊരു സംരംഭവും ഉണ്ടാവില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ 2ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട്, നമ്മൾ ശരീരമല്ല ആത്മാവാണ്. ആ ഒരു അറിവാണ് നമ്മൾക്ക് ആദ്യമായി വരേണ്ടത്. പക്ഷേ നമ്മൾ നോക്കിയാൽ അറിയാം, നമ്മളെ ഒരുപാട് പേരും നമ്മുടെ ജീവിതം മുഴുവൻ നമ്മുടെ ഈ ബാഹ്യമായ ശരീരത്തിനെ പറ്റി ചിന്തിച്ചാണ് ചിലവഴിക്കുന്നത്. നമ്മുടെ ഭംഗിയായാലും നമ്മുടെ മറ്റു ഭൗതികമായ കാര്യങ്ങളായാലും എല്ലാം നമ്മുടെ ഈ ഒരു ശരീരത്തിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ആ ഒരു ശരീരമല്ല ആത്മാവാണ് എന്ന ആ ഒരു തിരിച്ചറിവ് നമ്മളിൽ പലർക്കും ഇപ്പോഴും ഇല്ല. നമ്മളെല്ലാവരും എൻ്റെ ശരീരം, എൻ്റെ കുടുംബം, അതുപോലെ തന്നെ എൻ്റെ സമ്പത്ത്, അപ്പോൾ അങ്ങനെ നമ്മൾ ജീവിതം ഫുള്ള് ഈ ഒരു അന്ധകാരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം അതിനെയാണ് ഇവിടെ അജ്ഞാനം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്, എന്താണ്? ജീവയുടെ സ്വരൂപമായ കൃഷ്ണയുടെ നിത്യദാസ. എന്താണ് നമ്മുടെ
ആത്മാവായ നമ്മുടെ ആ ഒരു പൊസിഷൻ എന്താണ്? ഭഗവാന്റെ നിത്യദാസൻ. അതാണ് നമ്മുടെ ആ ഒരു പദവി ഇവിടെ. പക്ഷേ നമ്മളെന്താണ് ചെയ്യുന്നത്? നമ്മൾ ഇതെല്ലാം മറന്നു. ഈ ഭൗതിക ലോകത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ ഭഗവാനെ പറ്റിയും നമ്മൾ ആരാണെന്ന് പറ്റിപ്പോലും നമ്മൾ മറന്നുപോയി. അങ്ങനെ നമ്മൾ താൽക്കാലികമായ ഈ ഭൗതിക സന്തോഷത്തിൽ കുടുങ്ങിക്കെടുക്കുകയാണ്. അങ്ങനെ ഭൗതികമായ കാര്യങ്ങൾ, പണം, പ്രശസ്തി, ബന്ധങ്ങൾ, അങ്ങനെ ഭൗതികമായ കാര്യങ്ങൾ, ഇവയെല്ലാം ആണ് നമ്മൾ മനുഷ്യന്റെ ആ ഒരു സന്തോഷത്തിന്റെ ഉറവിടമായി തന്നെ കാണുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇതൊക്കെ നമുക്ക് സന്തോഷം തരുന്നുണ്ടോ? താൽക്കാലികമായ സന്തോഷം തരുന്നുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ യഥാർത്ഥമായ ആ ഒരു ആത്മീയ സന്തോഷം ഇതിൽ നിന്നൊന്നും നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഇതെല്ലാം താൽക്കാലികമാണ്. താൽക്കാലികമായിട്ടുള്ള ഈ ഒരു സന്തോഷത്തിന് പിന്നാലെ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു തെറ്റായ തിരച്ചിൽ, ഈ ഒരു ഭ്രമം, ഇതാണ് ഇവിടെ അജ്ഞാനം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് തിമിരം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഈ ശ്ലോകത്തിൽ വളരെ പ്രധാനമായൊരു ഉപമയാണ്. അതായത് ഇത് സാധാരണ ഒരു രോഗമല്ല, കണ്ണിൽ വരുന്ന ആ ഒരു അസുഖത്തെ പോലെയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം കാറ്ററാക്റ്റ് ഒക്കെ പോലെ. ഇപ്പോൾ കണ്ണിലേക്ക് വെളിച്ചം മുന്നിലുണ്ടെങ്കിലും ആ രോഗം കാരണം നമുക്ക് ആ മുന്നിലുള്ള വെളിച്ചത്തെ കാണാൻ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ സത്യം എന്താണ് എന്ന് നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ആ ഒരു അജ്ഞാനത്തിന്റെ മറവില് നമുക്ക് ആ സത്യത്തെ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ല. പ്രഭുപാദര് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അതായത് റിയൽ ലൈഫ് മീൻസ് ദ ഇഗ്നോറൻസ് ഓഫ് അവർ റിയൽ ഐഡന്റിറ്റി. നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള ആ ഒരു സ്വഭാവം എന്താണ്, നമ്മൾ യഥാർത്ഥത്തിൽ ആരാണ് എന്നൊന്നും അറിയാതെ ആ ഒരു അവസ്ഥ ആണ് ഈ ഭൗതിക ജീവിതം എന്ന് പറയുന്നത്. ഇവിടെയാണ് ഗുരുവിന്റെ ആ ഒരു മഹത്വം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗുരു എന്ന വാക്ക് തന്നെ ഗു എന്നാൽ ഇരുട്ട്, ജു എന്നാൽ നീക്കം ചെയ്യുന്നവൻ എന്നാണ് അർത്ഥം. അപ്പോൾ ഗുരു എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ ഭൗതികമായിട്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു സ്കൂളിലെ ടീച്ചറോ അങ്ങനെ ഒരു പൊസിഷൻ അല്ല ആധ്യാത്മിക ഗുരുവിനുള്ളത്. ആത്മീയ ജീവിതത്തിന്റെ മാർഗനിർദ്ദേശിയാണ് ഗുരു. ഗുരു നമുക്കൊരു പുതിയ സത്യത്തെ സൃഷ്ടിച്ചു നൽകുകയല്ല ചെയ്യുന്നത്, മറിച്ച് യഥാർത്ഥത്തിൽ എന്താണുള്ളത്, യാഥാർത്ഥ്യം എന്താണ്, നമ്മൾ ആരാണ് യഥാർത്ഥത്തിൽ, ഇതെല്ലാം നമ്മളെ കാണാനായിട്ട് സഹായിക്കുകയാണ് ഗുരു ചെയ്യുന്നത്. ഭഗവത്ഗീതയില് ഭഗവാൻ പറയുന്നുണ്ട്, തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സീതയാ ഉപദേശന്തി ജ്ഞാനം ജ്ഞാനിദസ്തദർശിനഃ. അപ്പോ അവിടെ വിവർത്തനത്തില് പറയുന്നുണ്ട് എന്താണ്, ഒരു ആധ്യാത്മിക ഗുരുവിനെ സമീപിച്ച് നമ്മൾ സത്യത്തെക്കുറിച്ച് അറിയാനായിട്ട് ശ്രമിക്കണം. അദ്ദേഹത്തെ സേവിക്കുകയും അതുപോലെ തന്നെ വിനയപൂർവ്വം അദ്ദേഹത്തിൽ നിന്ന് എല്ലാം ചോദിച്ച് അറിയുകയും ചെയ്യണം. ആത്മസാക്ഷാത്കാരം നേടിയ ഒരാള് സത്യം കണ്ട് അറിഞ്ഞ ഒരാളായിരിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരാൾക്ക് ജ്ഞാനോപദേശം ചെയ്യാനായിട്ട് കഴിവുണ്ടെന്ന്. അപ്പോൾ നമ്മളിങ്ങനെ വിനയത്തോടെ ഗുരുവിനെ സമീപിച്ച് അദ്ദേഹത്തെ സേവിച്ച് അദ്ദേഹത്തിൽ നിന്ന് ചോദിച്ചറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് യഥാർത്ഥമായ ജ്ഞാനം എന്താണെന്ന് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോഴാണ് ഗുരു നമുക്ക് യഥാർത്ഥ സത്യം എന്താണെന്ന് തുറന്നു കാട്ടുന്നത്. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ ജ്ഞാനാഞ്ജന ശലാഖ്യ എന്ന് പറയുന്നത് ഈ ശ്ലോകത്തിലെ വളരെ മനോഹരമായ ഒരു ഭാഗമാണ്. പണ്ട് പുരാതനമായിട്ടുള്ള ആയുർവേദ ചികിത്സയിലൊക്കെ നമ്മുടെ കണ്ണിലെ ആ ഒരു അസുഖം മാറ്റാനായിട്ട് കണ്ണില് മരുന്ന് പറ്റുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ഗുരു എന്താണ് ചെയ്യുന്നത്? ഗുരു ജ്ഞാനത്തിന്റെ ഔഷധം നമ്മുടെ കണ്ണിൽ പുരട്ടി നമ്മുടെ ആ കണ്ണുകള് തുറക്കുകയാണ്. ഇത് സാധാരണ ഒരു കണ്ണല്ല, ഇത് ദിവ്യചക്ഷു എന്നാണ് പറയാ. അതായത് ആത്മാവിന്റെ ദിവ്യദൃഷ്ടി. ഈ ഒരു ദിവ്യജ്ഞാനം നമുക്കൊരിക്കലും പുസ്തകങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് മാത്രമല്ല, നമുക്ക് ഇത് ഗുരുവിന്റെ ആ ഒരു കൃപയിലൂടെ മാത്രം ലഭിക്കുന്ന ഒരു കാര്യമാണ്. ആത്മീയ ശാസ്ത്രങ്ങള് പറയുന്നത് പോലെ യഥാർത്ഥ ജ്ഞാനം എന്നത് 3 ഘടകങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. സംബന്ധം, അഭിധേയ, പ്രയോജനം. ബന്ധം എന്ന് പറയുന്നത് നമ്മൾ ആരാണ്, ദൈവം ആരാണ്, അതുപോലെ നമ്മളും ദൈവവും തമ്മിലുള്ള ആ ഒരു ബന്ധം എന്താണ് എന്ന് തിരിച്ചറിവാണ്. അതാണ് ആദ്യത്തേത്. പിന്നെ അഭിധേയം. അഭിധേയം എന്നത് ആ ഒരു ബന്ധം തിരിച്ചറിയാനായിട്ട് വേണ്ട പ്രക്രിയയാണ്. അതാണ് ഭക്തി. പ്രയോജനം മൂന്നാമത്തേത്. അത് ആ യാത്രയുടെ അന്തിമ ഫലം എന്താണ് എന്നതാണ്, ഭഗവാന്റെ സ്നേഹം, പ്രേമ. അപ്പോൾ അങ്ങനെ നമ്മള് ഭക്തിയുടെ ഏറ്റവും വലിയ ആ ഒരു ഉയർന്ന അവസ്ഥയിലേക്ക് എത്തുന്നതാണ്. ഈ ഒരു 3 സ്റ്റെപ്പിലൂടെ നമ്മളിങ്ങനെ കടന്നു പോകണം. അപ്പം ഇതെല്ലാം നമുക്ക് ആ ഒരു ഗുരുവിൻ്റെ കാരുണ്യത്തിലൂടെ
മാത്രമാണ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കുട്ടി പൂർണ്ണമായിട്ടും ഇരുട്ടുള്ള ഒരു മുറിയിൽ ജനിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയുള്ളൊരു കുട്ടിക്ക് ഇരുട്ടാണ് അവന് അറിയുന്ന ഒരു കാര്യം. വീട്ടിൽ വെച്ച് അവന് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. അവന് വെളിച്ചം എന്താണെന്ന് പോലും അറിയില്ല. പക്ഷേ ഒരാള് ആ കുട്ടീനെ പുറത്തു കൊണ്ടുപോവാണ് എന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ആ കുട്ടി സൂര്യപ്രകാശം കാണുന്നു. അപ്പോൾ ആ കുട്ടിയുടെ മുഴുവനായിട്ടുള്ള ആ ഒരു ബോധവും മാറും. അതുപോലെ തന്നെ ഗുരു നമ്മളെ മായയുടെ ആ ഇരുട്ടിൽ നിന്ന് സത്യത്തിന്റെ പ്രകാശത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇവിടെ നമ്മൾ ഒരു പ്രധാന സത്യം മനസ്സിലാക്കണം. ഗുരുവില്ലാതെ ആത്മീയ സത്യത്തെ ഗ്രഹിക്കാനായിട്ട് നമ്മൾക്ക് ഒരിക്കലും സാധ്യമല്ല. നമ്മൾ എത്ര പുസ്തകങ്ങൾ വായിച്ചാലും, നമ്മൾക്ക് എത്ര അധികം ബുദ്ധിയുണ്ട്, എത്ര അറിവുണ്ട് എന്ന് വിചാരിച്ചാലും ആ ഒരു ദിവ്യജ്ഞാനം ഗുരുവിൻ്റെ കൃപയില്ലാതെ ഒരിക്കലും നമുക്ക് ലഭിക്കില്ല. കാരണം ഭഗവാൻ ഒരു വസ്തുവല്ല. ഭഗവാനെ നമുക്ക് ഒരിക്കലും പഠിച്ച് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ നമുക്ക് റിസർച്ച് ചെയ്ത് മനസ്സിലാക്കാനോ ഒന്നും സാധിക്കുന്ന ഒരു വസ്തുവല്ല ഭഗവാൻ. ഭഗവാന്റെ ആ ഒരു കാരുണ്യം നമുക്ക് വേണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഭഗവാനെ അറിയാനായിട്ട് സാധിക്കുള്ളൂ. ഭഗവാന്റെ ആ ഒരു കാരുണ്യം, ഭഗവാന്റെ ആ ഒരു കൃപയുടെയും കരുണയുടെയും ആ ഒരു മാധ്യമം ഗുരുവാണ്. നമ്മുടെ ആ ഒരു അജ്ഞാനം മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. മനുഷ്യര് നമ്മൾ യഥാർത്ഥത്തിൽ ആരാണ്, നമ്മുടെ ആ ഒരു പൊസിഷൻ എന്താണ് എന്ന് നമ്മളൊക്കെ മനസ്സിലാവും. അപ്പം ആദ്യം തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ്, നമ്മൾ ഈ ശരീരമല്ല, ഞാൻ ആത്മാവാണ് എന്ന ഒരു തിരിച്ചറിവ് നമുക്ക് ആദ്യം വരുന്നു. അതിനുശേഷം നമുക്ക് നമ്മളുടെ ആ ഒരു പൊസിഷൻ എന്താണ്, ഭഗവാന്റെ ആ നിത്യദാസനാണ് എന്നതാണ് നമ്മുടെ ആ ഒരു പൊസിഷൻ. എറ്റേണൽ സെർവൻ്റാണ് നമ്മൾ ഭഗവാന്റെ. അപ്പം ആ ഒരു അറിവ് നമുക്ക് സ്വാഭാവികമായിട്ടും പിന്നെ വരും. അങ്ങനെ ഈ ഒരു തിരിച്ചറിവ് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ആ ഒരു ജീവിതത്തിൻ്റെ ആ ഒരു ദിശ തന്നെ മാറിപ്പോകുന്നു. നമ്മൾ ഭൗതികമായിട്ട് ഇത്ര നാൾ ജീവിച്ചേ, അപ്പോൾ ആ ഒരു ഭൗതികതയിൽ നിന്ന് നമ്മൾ ആത്മീയ ജീവിതത്തിലേക്ക് കടക്കുന്നു. പിന്നെ മനസ്സിൽ വളരെയധികം ശാന്തിയും നമുക്ക് അനുഭവപ്പെടാൻ തുടങ്ങും. അതുപോലെ തന്നെ ഈ ജീവിതം വളരെ അർത്ഥവത്തായിട്ട് മാറുന്നു. അപ്പോൾ ഈ ഒരു ചെറിയ ശ്ലോകം നമ്മളോട് വളരെ വലിയൊരു അർത്ഥമാണ് പറയുന്നത്. ഗുരുവാണ് നമ്മുടെ ആ ഒരു അജ്ഞതയുടെ ആ ഒരു ഇരുട്ട് നമുക്ക് മാറ്റിത്തരുന്നത്. ഗുരു തന്നെയാണ് ഭഗവാനിലേക്ക് എത്താനുള്ള നമ്മുടെ മാധ്യമം. ഗുരുവില്ലാതെ നമുക്കൊരിക്കലും ഭഗവാനെ മനസ്സിലാക്കാനോ ആത്മീയ ജീവിതത്തിൽ മുന്നേറാനോ ഒരിക്കലും സാധിക്കില്ല. ഈ ഒരു ബോധം നമ്മൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അതാണ് നമ്മൾ പറയുന്നത് തസ്മൈ ശ്രീ ഗുരുവേ നമഃ. അപ്പോൾ നമ്മളെല്ലാവരും ഗുരുവിനോട് അത്രയും കടപ്പെട്ടിരിക്കുന്നു. ഗുരുവില്ലാതെ നമ്മുടെ ജീവിതത്തിൽ എവിടെയും എത്താൻ നമുക്ക് സാധിക്കില്ല. ഹരേ കൃഷ്ണ.